ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിക്കിവോക്സ് മലയാളം. നമ്മൾ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരുടെയും ആഗ്രഹമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യണം, ഒരുപാട് പണം സമ്പാദിക്കണം, വലിയ നിലയിലെത്തണം, അവിടെ തന്നെ പൗരത്വം നേടി സ്ഥിരതാമസമാക്കണം എന്നതൊക്കെ. ഇത്തരം രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ അതിലെപ്പോഴും ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കയായിരിക്കും. പ്രതിവർഷം എത്രയോ ഇന്ത്യക്കാരാണ് H-1B വിസ വാങ്ങി അമേരിക്കയിലേക്ക് പോകുന്നതും നല്ല രീതിയിൽ സമ്പാദിച്ച് കുടുംബത്തോടൊപ്പം അവിടെ സ്ഥിരതാമസമാക്കുന്നതും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു കുടുംബത്തെക്കുറിച്ചാണ്. സുകുമാരൻ എന്ന സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ H-1B വിസയിൽ US-ലെത്തുകയും വർഷങ്ങളോളം ജോലി ചെയ്ത് സ്വന്തമായി വീട് വാങ്ങി കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവരുടെ ജീവിതത്തിൽ ദാരുണമായ സംഭവം നടക്കുന്നത്. ആ കുടുംബത്തിന് സംഭവിച്ച ആ ദുരന്തം എന്തായിരുന്നു? അതിന് പിന്നിലെ പ്രധാന കാരണം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഈ സംഭവം കാണുന്നവരുടെ വീട്ടിൽ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടാകും. ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ എപ്പോഴും കൃത്യമായി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഉണ്ടായതുപോലെ നാളെ നമ്മുടെ വീടുകളിലും സംഭവിക്കാം. അങ്ങനെ ആ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അമേരിക്കയിലെ മിഡിൽസെക്സ് കൗണ്ടിയിലുള്ള മാർത്തിയാലിൻ എന്ന പ്രദേശത്താണ് ഈ കുടുംബത്തിന്റെ വീട്. ലോൺ എടുത്ത് സ്വന്തമാക്കിയ ആ വീട്ടിൽ അവർ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. 2026 ഓഗസ്റ്റ് 11 വൈകുന്നേരം കൃത്യം 6 മണിക്ക് ആ വീട്ടിലേക്ക് ഒരു ട്യൂഷൻ ടീച്ചർ എത്തുന്നു. ആ വീട്ടിലെ 14 വയസ്സുള്ള സിദ്ധാർത്ഥ് എന്ന കുട്ടിയെ പഠിപ്പിക്കാനാണ് അവർ വരുന്നത്. ദിവസവും വൈകുന്നേരം 6 മണിക്ക് വന്ന് ട്യൂഷൻ എടുത്ത് 8 മണിയോടുകൂടി മടങ്ങുന്നതാണ് അവരുടെ ഒരു രീതി. അന്ന് 6 മണിക്കെത്തി. അവർ കുറെ സമയം ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല. ഹലോ, വീട്ടിലാരെങ്കിലും ഉണ്ടോ? അകത്ത് ആരുടെയും അനക്കമില്ല. തുടർന്ന് ടീച്ചർ സിദ്ധാർത്ഥിന്റെ അമ്മയായ സുധയെ ഫോണിൽ വിളിച്ചു. അവരൊരു വീട്ടമ്മയാണ്. എന്നാൽ സുധ ഫോൺ എടുത്തില്ല. അമ്മയെയും മകനെയും ഫോണിൽ കിട്ടാതായപ്പോൾ ടീച്ചർ സിദ്ധാർത്ഥിന്റെ അച്ഛനായ സുകുമാരനെ വിളിച്ചു. അദ്ദേഹം ഓഫീസിൽ ജോലിയിലായിരുന്നു. ഞാൻ കുറെ നേരമായി ബെല്ലടിക്കുന്നു, ആരും വാതിൽ തുറക്കുന്നില്ല. സാധാരണ ഈ സമയത്ത് എല്ലാവരും വീട്ടിൽ ഉണ്ടാകാറുള്ളതാണല്ലോ. ഞാൻ കുറെ തവണ മുട്ടി വിളിച്ചു. ഇത് കേട്ട് സുകുമാരൻ ചോദിച്ചു, 2 കാറുകളും പോർച്ചിൽ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പാണോ? അതെ, പുറത്തെ കാര്യങ്ങളെല്ലാം സാധാരണ പോലെ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് തിരിക്കാം. അതുവരെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. ഇങ്ങനെ സുകുമാരൻ പറഞ്ഞു. രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 8 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുന്ന ആളാണ് സുകുമാരൻ. പെട്ടെന്ന് ട്യൂഷൻ ടീച്ചർ വിളിച്ചപ്പോൾ അദ്ദേഹം ഓഫീസിൽ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ഭാര്യയും മകനും ഫോൺ എടുക്കുന്നില്ല. വീട് പൂട്ടിയിരിക്കുകയാണ്. നിങ്ങൾ വല്ല യാത്രയ്ക്കും പോയോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചു പിടഞ്ഞു. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, രാവിലെ ഞാൻ കണ്ടിട്ടല്ലേ പോകുന്നത്, ആരും പുറത്തോട്ടും പോയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം ഉടൻ തന്നെ ഭാര്യ സുധയെ വിളിച്ചു നോക്കി. സുധ ഫോൺ എടുത്തില്ല. ലാൻഡ് ലൈനിലേക്ക് വിളിച്ചിട്ടും മറുപടി ഒന്നും ഉണ്ടായില്ല. ഇനി ഒരു നിമിഷം പോലും വൈകിക്കുന്നത് ശരിയല്ല എന്ന് കരുതി അദ്ദേഹം ഉടൻ തന്നെ 911 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു. ഇതാണ് എൻ്റെ വിലാസം. വീട്ടിൽ എൻ്റെ ഭാര്യയും 2 മക്കളുമുണ്ട്. അവർക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ദയവായി ഒന്ന് പരിശോധിക്കാമോ? ഇങ്ങനെ അഭ്യർത്ഥിച്ചു. ഇതിനെയാണ് വെൽഫെയർ ചെക്ക് എന്ന് പറയുന്നത്. അതായത് വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം തോന്നിയാൽ പോലീസിനെ വിളിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രീതി. കാരണം സുകുമാരന് ഓഫീസിൽ നിന്ന് വീട്ടിലെത്താൻ മണിക്കൂറുകൾ വേണം. അതുവരെ കാത്തിരിക്കാൻ കഴിയില്ലായിരുന്നു. വിളിച്ച് ഏകദേശം 10 മിനിറ്റിനുള്ളിൽ പോലീസ് സംഘവും FBI ഓഫീസേഴ്സും സ്ഥലത്തെത്തി. ആദ്യം അവർ ട്യൂഷൻ ടീച്ചറോട് സംസാരിച്ചു. ഞാൻ കുറെ നേരമായി ബെല്ലടിക്കുന്നു, ആരും തുറക്കുന്നില്ല. ഫോൺ അകത്ത് ബെല്ലടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം എന്ന് ടീച്ചർ പറഞ്ഞു. പോലീസ് വീടിന് ചുറ്റും പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെ വീടിന്റെ പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു. അദ്ദേഹം അകത്ത് കയറിയ ഉടൻ തന്നെ തന്റെ വാക്കി ടോക്കിയിലൂടെ പുറത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു മെസ്സേജ് പറഞ്ഞു. മറ്റുദ്യോഗസ്ഥർ ഉടൻ അകത്തേക്ക് വരിക. പുറത്തുള്ള ടീച്ചറോ നാട്ടുകാരോ ആരും അകത്ത് പ്രവേശിക്കരുത്. ഇതായിരുന്നു ആ മെസ്സേജ്. അദ്ദേഹം കണ്ട കാഴ്ച അതായിരുന്നു. ഹാളിൽ 14 വയസ്സുകാരനായ സിദ്ധാർത്ഥ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു, മരിച്ചു. പോലീസിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അമ്മയായ സുധ എവിടെ പോയി? സിദ്ധാർത്ഥിന് അർജുൻ എന്ന പേരുള്ള 17 വയസ്സുള്ള ഒരു ചേട്ടൻ കൂടിയുണ്ട്. സിദ്ധാർത്ഥ് ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ അർജുനും അമ്മ സുധയും എവിടെയാണ്?
അപ്പോഴാണ് താഴത്തെ നിലയിലേക്ക് പോകുന്ന ഒരു വാതിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിദേശ രാജ്യങ്ങളിലെ വീടുകളിൽ സാധാരണയായി സാധനങ്ങൾ സൂക്ഷിക്കാൻ ജനലുകളില്ലാത്ത ലൈറ്റുകൾ മാത്രമുള്ള ബേസ്മെന്റ് ഉണ്ടാകാറുണ്ട്. ആ ബേസ്മെന്റിലേക്ക് ഇറങ്ങി നോക്കിയ പോലീസുകാർ കണ്ടത് അമ്മയായ സുധ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. ഒരു വീട്ടിലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അതിദാരുണമായ കൊലപാതകം. ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായി. അവരുടൻ തന്നെ ഓഫീസിലുള്ള സുകുമാരനെ ഫോണിൽ വിളിച്ചു. നിങ്ങളുടെ മൂത്ത മകൻ അർജുനെ കാണാനില്ല. ഇളയ മകൻ സിദ്ധാർത്ഥും ഭാര്യയായ സുധയും കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ഉടൻ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് വരൂ എന്നറിയിച്ചു. ഈ സമയത്ത് പോലീസിന്റെ ആദ്യത്തെ സംശയം സുകുമാരന് നേരെയായിരുന്നു. സുകുമാരൻ തന്നെ വീട്ടിലുള്ളവരെ കൊലപ്പെടുത്തിയ ശേഷം ഒന്നും അറിയാത്തതുപോലെ ഓഫീസിൽ പോയി ഇരുന്നതാണെങ്കിലോ? എന്നാൽ ചുറ്റുമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം പതിവ് പോലെ രാവിലെ 6:30 വീട്ടിൽ നിന്നും ഇറങ്ങി മെട്രോ ട്രെയിനിൽ കയറി ഓഫീസിൽ പോയതായി കണ്ടെത്തി. അപ്പോഴും ഒരു സാധ്യത ബാക്കിയുണ്ട്. രാവിലെ 6:30 മുൻപ് ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹം ഓഫീസിൽ പോയതാണെങ്കിലോ? പക്ഷെ ഇളയ മകനെ കൊന്നയാൾ മൂത്ത മകനെ എന്തുകൊണ്ട് കൊന്നില്ല? അർജുൻ ഇപ്പോൾ എവിടെയാണ്? അതോ സുകുമാരൻ കൊലപാതകം നടത്തിയ ശേഷം അർജുന്റെ മൃതദേഹം വല്ലയിടത്തും ഉപേക്ഷിച്ചതാണ്? സുകുമാരൻ വീട്ടിലെത്തിയ ശേഷം പോലീസ് അദ്ദേഹത്തിന് അധിക സമയമൊന്നും നൽകിയില്ല. ഭാര്യയുടെയും മകന്റെയും ഡെഡ് ബോഡി കാണിച്ചു കൊടുത്ത ഉടൻ തന്നെ അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ സുകുമാരൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നു. എന്റെ ഡിഫൻസ് വക്കീൽ വരാതെ ഞാൻ ഒന്നും സംസാരിക്കില്ല. വക്കീലെത്തിയ ശേഷമാണ് സുകുമാരൻ വായ തുറന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രം: നിങ്ങൾക്കെല്ലാവർക്കും എന്നെയാണ് സംശയമെന്ന് എനിക്കറിയാം. ഞാൻ കൊലപാതകം നടത്തിയിട്ട് ഓഫീസിൽ പോയതാണെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ ഇതിന് പിന്നിൽ എൻ്റെ മൂത്ത മകൻ അർജുനാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം പറഞ്ഞതിന് തെളിവെന്നവണ്ണം വീടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന അവരുടെ SUV കാർ കാണാനില്ലായിരുന്നു. ഞാൻ കാർ എടുത്തിട്ടില്ല. എന്നും മെട്രോയിലാണ് ഓഫീസിൽ പോകാറുള്ളത്. അങ്ങനെയെങ്കിൽ ആ കാർ കൊണ്ടുപോയത് ആരാണ്? ഇനി പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് കൊലപാതകം നടത്തിയിട്ട് കാറുമായി കടന്നു കളഞ്ഞതാണെങ്കിൽ അർജുന്റെ ഡെഡ് ബോഡിയെങ്കിലും ഇവിടെ കാണേണ്ടതല്ലേ? എന്നാൽ അർജുനെയും കാണാനില്ല. ആ സമയത്ത് അവിടെ മോഷണമോ കവർച്ചയോ നടന്നതായി CCTVയിലും പതിഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇതെന്റെ 17 വയസ്സുള്ള മകൻ അർജുൻ ചെയ്തത് തന്നെയാണ്. അവൻ കൊലപാതകത്തിന് ശേഷം കാറുമായി കടന്നു കളഞ്ഞു. കടുത്ത വിഷമത്തോടെ സുകുമാരൻ പറഞ്ഞു. കുടുംബത്തിന്റെ കാറ് കാണാനില്ല. അവൻ ഇവിടെ ഇല്ല. ഒരച്ഛന് എങ്ങനെ ഇത്രത്തോളം താഴാൻ കഴിയും? താൻ ചെയ്ത കൊലപാതകം മറച്ചു വയ്ക്കാൻ സ്വന്തം മൂത്ത മകനെ കൊടുക്കുകയാണോ എന്ന് പോലീസ് ആദ്യം സംശയിച്ചു. എന്നാൽ സുകുമാരൻ മകന്റെ കുറച്ചു നാളത്തെ പെരുമാറ്റത്തെക്കുറിച്ചും അവനുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം പോലീസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാദങ്ങളെ ശരിവയ്ക്കുന്ന ചില വിവരങ്ങൾ പോലീസിന് ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്തു. 17 വയസ്സുള്ള അർജുൻ പഠനത്തോടൊപ്പം പാർട്ട് ടൈമായി ജോലി ചെയ്തിരുന്നു. വീടിനടുത്തുള്ള സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് എന്ന സൂപ്പർ മാർക്കറ്റിലായിരുന്നു അത്. വിദേശ രാജ്യങ്ങളിൽ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ പോക്കറ്റ് മണിക്ക് വേണ്ടിയും പഠന ആവശ്യങ്ങൾക്കുമായി അവധിക്കാലത്ത് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത് സാധാരണയാണ്. ആ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ന് രാവിലെ 10 മണിക്ക് അർജുൻ കടയിൽ വന്നിരുന്നു. പക്ഷെ അവന്റെ പെരുമാറ്റത്തിൽ എന്തോ വലിയ മാറ്റം ഉണ്ടായിരുന്നു. അവൻ ആരോടും സംസാരിച്ചില്ല. ഒഴിഞ്ഞൊരു ബക്കറ്റിലേക്ക് മണിക്കൂറുകളോളം തുറിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന് തട്ടി വിളിച്ചപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. അവൻ എന്താണ് ചിന്തിക്കുന്നതെന്നോ എങ്ങോട്ടാണ് നോക്കുന്നതെന്നോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒടുവിൽ കടയിൽ നിന്നും പോകുമ്പോൾ താനൊരു യാത്ര പോവുകയാണെന്നും പറഞ്ഞ് ക്യാമ്പിങ്ങിനും കാറിൽ താമസിക്കുന്നതിനുമുള്ള സാധനങ്ങളായ ടെന്റ്, ബ്ലാങ്കറ്റ് തുടങ്ങിയവയെല്ലാം വാങ്ങി. അവൻ വന്നതൊരു SUV കാറിലായിരുന്നു. ആ കാറിലാണ് അവൻ തിരികെ പോയത്. ഇതോടെ പോലീസിന്റെ സംശയം പൂർണ്ണമായും അർജുനിലേക്ക് തിരിഞ്ഞു. ഒരു വശത്ത് കൊലപാതകി എന്ന് സംശയിച്ച് സുകുമാരനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹം ഓഫീസിൽ നിന്നാണ് വന്നത്. മറുവശത്ത് അർജുൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയിരിക്കുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥ കൊലപാതകി? പോലീസിന് മുന്നിലുള്ളയാളോ അതോ പോലീസിൽ നിന്നും ഓടി ഒളിച്ചയാളോ? തുടർന്ന് സുകുമാരൻ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. ആ വീട്ടിൽ എന്തോ ഭയാനകമായ കാര്യങ്ങൾ നടന്നിരുന്നു. ഒരു നിഷേധാത്മക ഊർജം അവിടെ പടർന്നിരുന്നു. ഹോളിവുഡ് ഹൊറർ സിനിമകളിൽ കുട്ടികളുടെ ശരീരത്തിൽ ദുഷ്ടശക്തികൾ പ്രവേശിക്കുമ്പോൾ അവരുടെ പെരുമാറ്റം മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലുള്ള ചില സംഭവങ്ങളാണ് സുകുമാരൻ വിശദീകരിച്ചത്. എല്ലാം തുടങ്ങിയത് കൃത്യം 6 മാസം മുൻപാണ്. ഒരു ദിവസം സുകുമാരന്റെ ഇളയ മകൻ സിദ്ധാർത്ഥിന്റെ ദേഹത്ത് തിളച്ച വെള്ളം വീണ് പൊള്ളി. അത് സംഭവിക്കുമ്പോൾ അർജുൻ അവന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. തിളയ്ക്കുന്ന വെള്ളം സിദ്ധാർത്ഥിന്റെ മേൽ എങ്ങനെ വീണു എന്ന് ആർക്കും മനസ്സിലായില്ല. ആ മുറിയിൽ സിദ്ധാർത്ഥും അർജുനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിദ്ധാർത്ഥ് വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ അർജുൻ ഒരു പ്രതിമ പോലെ അനങ്ങാതെ നിന്ന് എങ്ങോട്ട് തുറിച്ചു നോക്കുകയായിരുന്നു. തന്റെ അനിയന്റെ ദേഹത്ത് തിളച്ച വെള്ളം വീണിട്ടും അവനത് ശ്രദ്ധിക്കുകയോ സഹായിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. ബഹളം കേട്ട് ഓടിയെത്തിയ മാതാപിതാക്കളാണ് ഈ കാഴ്ച കണ്ടത്. ഇളയ മകൻ വേദന കൊണ്ട് പിടയുമ്പോൾ മൂത്ത മകൻ ചുമരിലേക്ക് തുറിച്ചു നോക്കി നിൽക്കുന്നു. ആ നിമിഷത്തിലാണ് ഒരുപക്ഷെ അർജുൻ മനഃപൂർവ്വം വെള്ളം ഒഴിച്ചതാണോ എന്നവർ സംശയിച്ചത്. എന്നാൽ സിദ്ധാർത്ഥിനോട് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു.
അടുപ്പിലിരുന്ന വെള്ളം എങ്ങനെയാണ് എൻ്റെ മേലേക്ക് വീണത് എന്നെനിക്ക് അറിയില്ല എന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞു. അർജുനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് കാര്യങ്ങൾ സങ്കീർണമാക്കേണ്ടതില്ല എന്നും തങ്ങൾ സംശയിക്കുന്നുണ്ടെന്ന കാര്യം അവനൊരിക്കലും അറിയരുത് എന്ന് കരുതി മാതാപിതാക്കൾ ആവശ്യം അവിടെ വിട്ടു. പക്ഷെ ആ സംഭവത്തിന് ശേഷം തുടർച്ചയായി പല വിചിത്രമായ സംഭവങ്ങളും നടക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. വീട്ടിലെ വളർത്തുനായ അർജുന്റെ മുറിയിലേക്ക് പോകാതെയായി. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെയും അർജുനും ആ നായയും വളരെ അടുപ്പത്തിലായിരുന്നു. അർജുൻ സ്കൂളിൽ പോകുമ്പോൾ നായ വിഷമത്തോടെ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അവനിൽ നിന്നും അകന്നു നിൽക്കുന്നു. മുറിക്കുള്ളിൽ അർജുൻ തന്നെയല്ലേ ഉള്ളത്? അതോ വേറെ ആരെങ്കിലുമാണ്? അതോ മാതാപിതാക്കൾ ഇല്ലാത്തപ്പോൾ അനിയന്റെ മേൽ തിളച്ച വെള്ളം ഒഴിച്ചതുപോലെ അവൻ നായയോടും എന്തെങ്കിലും ചെയ്തതാണോ? ഇത്തരം ചോദ്യങ്ങൾ ആ മാതാപിതാക്കളുടെ മനസ്സിൽ ഭയത്തിന്റെ വിത്തുകൾ പാകി തുടങ്ങി. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാതാപിതാക്കൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം വെളുപ്പിന് 3 മണിയോടെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ വാതിലിന് പുറത്ത് ആരോ നടന്നു പോകുന്ന നിഴൽ കാണുന്നത്. ആരാണെന്ന് നോക്കിയപ്പോൾ അത് മൂത്ത മകൻ അർജുനായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഉറക്കത്തിൽ നടക്കുന്ന രോഗം എന്തെങ്കിലും ആയിരിക്കാമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൻ കണ്ണുകൾ തുറന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയുമല്ല, അവൻ വായ കൊണ്ട് ഏതൊരു പാട്ട് മൂളുന്നുണ്ട്. വളരെ താളത്തിലുള്ള ഒരു പാട്ട്. അവൻ തന്നെ ഉണ്ടാക്കിയൊരു പാട്ടായിരുന്നു അത്. ഇതിനു മുൻപ് അവർ അങ്ങനൊരു പാട്ട് കേട്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോഴാണ് മാതാപിതാക്കളുടെ മനസ്സിൽ ഭയം തോന്നാൻ തുടങ്ങിയത്. അർജുന് സംഗീതത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ എങ്ങനെയാണ് ഇത്രയും താളത്തിൽ ഒരു പാട്ട് പാടുന്നത്? ഈ പാട്ട് അവൻ എവിടെ നിന്നും കിട്ടി? വെളുപ്പിന് 3 മണിക്ക് മൂത്ത മകനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ആ വീട്ടിൽ കഴിയാൻ തന്നെ അവർക്ക് ഭയം തോന്നി തുടങ്ങി. കാരണം സ്വന്തം മകൻ അർജുന് പകരം വേറെ ഏതോ ഒരാളാണ് അവിടെ നിൽക്കുന്നത് എന്ന് തോന്നിയാൽ ആർക്കാണ് ഭയം തോന്നാത്തത്? അവർ പതുക്കെ ക്ഷേത്രങ്ങളിലും മറ്റും പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെയുള്ള ചില ആൾക്കാരുടെ ഉപദേശപ്രകാരം അർജുന് വേണ്ടി വഴിപാടുകളും മറ്റും ചെയ്തു തുടങ്ങി. പക്ഷേ ഇതൊക്കെ ചെയ്താൽ അർജുൻ ശരിയാകുമോ? അന്ന് അവർക്ക് അതിനെക്കുറിച്ച് ഒരറിവുമില്ലായിരുന്നു. അർജുനെ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകുന്നതിന് പകരം ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം എന്നവർ ചിന്തിച്ചതുപോലുമില്ല. ഒരു ദിവസം സുധ എന്ന ആ അമ്മ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് അർജുന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ഫാമിലി ഫോട്ടോകളെല്ലാം തിരിച്ചു വച്ചിരിക്കുന്നതായി കണ്ടു. എന്തുകൊണ്ടാണ് ഈ ഫോട്ടോസ് എല്ലാം തിരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അവർ ഓരോ ഫോട്ടോയായി മറിച്ചു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ആ ഫോട്ടോകളിൽ അമ്മയുടെയും ഇളയ മകൻ സിദ്ധാർത്ഥന്റെയും കണ്ണുകൾ മാത്രം കോമ്പസ് ഉപയോഗിച്ച് കുത്തി കീറി വെച്ചിരിക്കുന്നു. അച്ഛൻ്റെയും അർജുൻ്റെയും ഫോട്ടോകൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് തൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും ഫോട്ടോ മാത്രം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് സുധയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും ഒരമ്മ എന്ന നിലയിൽ സ്വന്തം മകനെ തെറ്റിദ്ധരിക്കാൻ അവർ തയ്യാറായില്ല. അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്തിനാടാ ഇങ്ങനെ വരച്ചു വച്ചത്? ഞങ്ങളോട് നിനക്ക് എന്താ ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചപ്പോൾ അർജുൻ എന്താണ് ചെയ്തതെന്നറിയാമോ? അവൻ ചുമരിന് നേരെ തിരിഞ്ഞു നിന്ന് ഒരു വാക്കുപോലും മിണ്ടാതെ ഒരു പ്രതിമയെ പോലെ നോക്കി നിന്നു. ഉച്ചവരെ അവൻ ആ ചുമരിലേക്ക് നോക്കി അനങ്ങാതെ നിൽക്കുകയായിരുന്നു. കുളിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, പല്ല് തേച്ചില്ല, ഒന്നും ചെയ്തില്ല. ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ മകന്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം മാറി അർജുൻ പഴയതുപോലെ ശരിയാകുമെന്ന് കരുതിയ മാതാപിതാക്കൾക്ക് നിരാശ മാത്രമാണ് ലഭിച്ചത്. പതുക്കെ പതുക്കെ അവൻ കൂടുതൽ അക്രമാസക്തനാകാൻ തുടങ്ങി. ഒരു ദിവസം അന്യന് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവൻ മുറിയുടെ വാതിലിൽ കുറേ സമയം മുട്ടിക്കൊണ്ടേയിരുന്നു. അന്ന് രാത്രി വീട്ടിൽ ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അർജുനോട് നിർത്തുവാൻ പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥ് ഉറങ്ങാൻ പാടില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു. രാത്രി മുഴുവനും അവനെ ഉറങ്ങാൻ അനുവദിച്ചില്ല. അപ്പോഴാണ് ആ മാതാപിതാക്കൾക്ക് മനസ്സിലായത്, ഇതിവിടെ തീരാൻ പോകുന്നില്ല. അവൻ കൂടുതൽ അക്രമകാരിയായി മാറുകയാണ്. ഇവന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? വല്ല ദുഷ്ടശക്തിയോ പ്രേതമോ കയറിയതാണോ? നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ചെയ്യാവുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്ന വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലായിരുന്നു അവർ. അപ്പോഴാണ് സുകുമാരൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുന്നത്. അടുക്കളയിൽ ഉണ്ടായിരുന്ന കത്തി ഒരു ദിവസം അർജുൻ അവന്റെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് അദ്ദേഹം കണ്ടു. എന്തിനാണ് ആ കത്തി അവൻ മെത്തയ്ക്കടിയിൽ ഒളിപ്പിച്ചത് എന്ന് സുകുമാരന് മനസ്സിലായില്ല. അന്ന് തന്നെ അർജുന്റെ മുറിയിൽ ചെന്ന് അദ്ദേഹം കർശനമായി മുന്നറിയിപ്പ് നൽകി. ഒരു കാരണവശാലും അടുക്കളയിലെ കത്തി ഇനി നിന്റെ കയ്യിൽ കണ്ടുപോകരുത്. എന്താവശ്യമുണ്ടെങ്കിലും അമ്മയോട് ചോദിക്കുക, അമ്മ മുറിച്ചു തരും. അങ്ങനെ താക്കീത് നൽകി ആ കത്തിയെടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ച ശേഷം അദ്ദേഹം അടുക്കളയിലെ എല്ലാ കബോർഡുകളും പൂട്ടിയിട്ടു. അനുവാദമില്ലാതെ ആരും കത്തി എടുക്കരുത് എന്ന് കരുതി പൂട്ടിയിടണമെങ്കിൽ അവർ എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കും. ഇത്രയും കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർക്കൊരു ഫോൺ കോൾ വരുന്നത്. വൈൻലാൻഡ് എന്ന പ്രദേശത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു ആ കോൾ വന്നത്. അവർ പറഞ്ഞത് ഇത്ര മാത്രമാണ്,
ഇന്ന് വെളുപ്പിന് 3 മണിക്ക് സംശയാസ്പദമായ രീതിയിൽ ഒരു SUV കാർ ഞങ്ങൾ കണ്ടു. ആ കാറിനുള്ളിൽ അർജുൻ എന്ന ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചോദിച്ചിട്ടും മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല. അവന്റെ ID കാർഡ് നോക്കിയാണ് ഞങ്ങളിപ്പോൾ വിളിക്കുന്നത്. കാറിനുള്ളിൽ അവന് മാറ്റി ഉടുക്കാനുള്ള വസ്ത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. അവൻ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റിയാണ് വേറുന്നിട്ടത്. ആ പഴയ വസ്ത്രം എടുത്ത് നോക്കിയപ്പോൾ നിറയെ രക്തക്കറയായിരുന്നു. കാറിലുണ്ടായിരുന്ന മറ്റു തുണികളിലും രക്തക്കറയുണ്ട്. അവൻ ഏതോ വലിയ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അതിനാണ് നിങ്ങളെ വിളിക്കുന്നത്. ഇത് കേട്ടതോടെ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി. അവരുടെ ആശങ്ക കുറഞ്ഞു. യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അവന്റെ ഉള്ളിൽ പ്രേതമായാലും ദുഷ്ടശക്തിയായാലും കുഴപ്പമില്ല, അതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാം. അവനെ കോടതിയിൽ നിർത്തി അർഹമായ കഠിന ശിക്ഷ ഉറപ്പാക്കാമെന്ന് പോലീസ് ഉറപ്പിച്ചു. അപ്പോഴാണ് പ്രതിഭാഗം വക്കീൽ അർജുന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയത്. അവനെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനു മുൻപ് അവനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. അദ്ദേഹം ആദ്യം അവനോട് സംസാരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കും. അങ്ങനെ അവർ അവനെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഹിപ്നോട്ടിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് പരിശോധിച്ചു. സത്യം പറഞ്ഞാൽ ഈ തമിഴ് സിനിമ അന്യൻ രീതിയിലുള്ള എന്തെങ്കിലും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സ് പുറത്തു വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരെയും അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തുടർന്ന് വലിയൊരു റിപ്പോർട്ട് അവർ കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ എന്തായിരുന്നു എന്നറിയണ്ടേ? ഈ പയ്യന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ച് നോക്കിയപ്പോൾ ChatGPT, ജെമിനി തുടങ്ങിയ വിവിധ AI ആപ്ലിക്കേഷൻസ് അവൻ ഉപയോഗിച്ചതായി കണ്ടെത്തി. അവൻ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്നറിയണ്ടേ? എനിക്കൊരു രാക്ഷസനെ പോലെയുള്ള ജെയിൻ രൂപം വേണം. ആര് കണ്ടാലും ഭയം തോന്നുന്ന, വിഷാദമുണ്ടാക്കുന്ന, കണ്ടാൽ തന്നെ സങ്കടത്തിലാകുന്ന തരത്തിലുള്ള ഒരു രൂപം വേണം എന്ന് പറഞ്ഞ് അവനൊരു ആനിമേറ്റഡ് ക്യാരക്ടറിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനൊരു പേരും അവൻ നൽകി, അഡ്രിയാൻ. ആരാണ് ഈ അഡ്രിയാൻ? വീടിനുള്ളിൽ നിഷേധാത്മക ഊർജവും ഭയവും പടർത്തുന്ന ഒരു കഥാപാത്രം. ആര് സന്തോഷത്തോടെ ഇരുന്നാലും ആ സന്തോഷം ഇല്ലാതാക്കുന്ന കഥാപാത്രമായിരിക്കണം അത്. ആരുടെയും കണ്ണിൽ പെടരുത്, എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ കടന്നു ചെല്ലണം. കറുത്ത നിറമായിരിക്കണം, രാത്രിയിൽ മാത്രമേ ഉണർന്നിരിക്കാവൂ. ഇങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് അവൻ മനസ്സിൽ ഉറപ്പിച്ചത്. എന്തിനാണ് അവൻ ഈ കഥാപാത്രത്തെ ഉണ്ടാക്കിയതെന്നറിയാമോ? ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് ഇതിലേക്ക് ആവാഹിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് അഡ്രിയനായി മാറേണ്ടത് എന്നൊക്കെയാണ് അവൻ AIയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ദിവസങ്ങൾ കഴിയുന്തോറും അർജുൻ എന്ന വ്യക്തി അഡ്രിയാൻ എന്ന ഭയാനക കഥാപാത്രമായി മാറാൻ തുടങ്ങി. അവൻ സങ്കല്പിച്ച രാത്രി മാത്രം കണ്ണു തുറക്കുന്ന, എല്ലാവർക്കും ദ്രോഹം മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആനിമേറ്റഡ് കഥാപാത്രം അർജുൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടി. അവൻ ചോദിച്ച മറ്റു ചില ചോദ്യങ്ങൾ അതിലും ഭയാനകമായിരുന്നു. കഴുത്തറുത്താൽ എത്ര സമയം രക്തം വരും? ആ രക്തം വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വീട്ടിലെ ബേസ്മെൻറ്റിൽ ഒരു ശവശരീരം എങ്ങനെ ഒളിപ്പിച്ചു വെക്കാം? ആ ബേസ്മെൻറ്റിൽ ഒരാൾ തുടർച്ചയായി കിടന്നാൽ അത് ഡെഡ് ബോഡിയായി മാറുമോ? അവർ മരിക്കുമോ? തൻ്റെ അമ്മയെയും അനിയനെയും എങ്ങനെ കൊല്ലണം? കൊന്നതിന് ശേഷം അവരുടെ രക്തം വെച്ച് എന്ത് ചെയ്യണം? അത് കണ്ട് എങ്ങനെ ആസ്വദിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ അഡ്രിയാൻ എന്ന ഭീകര രൂപത്തെ അവൻ തൻ്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ വളർത്തിയെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ സുകുമാരനും സുധയും വിചാരിച്ചത് തങ്ങളുടെ മകൻ ChatGPT മറ്റ് AI ആപ്പുകളും ഉപയോഗിച്ച് ഏതോ ആനിമേഷൻ ഉണ്ടാക്കുകയാണെന്നാണ്. എന്നാൽ അവൻ തന്നെ ഒരു തീവ്രമായ തിന്മയുടെ ശക്തിയായി മാറ്റിയെടുക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. തുടക്കത്തിൽ അനിയന്റെ മേൽ തിളച്ച വെള്ളമൊഴിച്ചപ്പോഴും, വളർത്തു നായയെ ഉപദ്രവിച്ചപ്പോഴും, വീട്ടിലെ ഫോട്ടോകളിൽ കണ്ണുകളെ കുത്തിക്കേറിയപ്പോഴും ഇവനുള്ളിൽ ഏതോ പ്രേതമോ ദുഷ്ടശക്തിയോ കയറിയതാണ് എന്ന് കരുതി സന്യാസിമാരുടെയും മന്ത്രവാദികളുടെയും ഒക്കെ അടുത്ത് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചത്. കുരുതൊടിച്ചു, വേപ്പിലയും മഞ്ഞളുമായൊക്കെ അലഞ്ഞു. എന്നാൽ ഒരു തവണയെങ്കിലും അവനെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ അവന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നും എന്ത് ചികിത്സയാണ് നൽകേണ്ടതെന്നും അവർക്ക് പണ്ടേ മനസ്സിലാകുമായിരുന്നു. ഈ മുഴുവൻ റിപ്പോർട്ടും പരിശോധിച്ച കോടതിയിലെ ജഡ്ജി അർജുനോട് ഒരൊറ്റ ചോദ്യം മാത്രം ചോദിച്ചു: നീ കുറ്റക്കാരനാണോ അതോ കുറ്റക്കാരനല്ലയോ? അർജുന്റെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി കുറ്റക്കാരനല്ല എന്നായിരുന്നു. കാരണം ഈ കൊലപാതകം ചെയ്തത് അർജുൻ അല്ല, അവൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട അഡ്രിയാൻ എന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രം ഏതോ രീതിയിൽ അവൻ്റെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുകയായിരുന്നു. കുറ്റക്കാരനല്ല എന്ന ഈ വാദം കോടതിയിൽ വന്നതോടെ ഒരു കാര്യം വ്യക്തമായി. കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ അർജുൻ ഈ കൊലപാതകം ചെയ്താലും ഇല്ലെങ്കിലും അവനെ കുറ്റവാളി എന്ന് പറയാൻ ആർക്കും കഴിയില്ല. പ്രസിനും മാധ്യമങ്ങൾക്കും ഇടയിൽ ഈ വാർത്ത വളരെ വേഗത്തിൽ പടർന്നു. 17 വയസ്സുള്ള അർജുൻ എന്ന പയ്യൻ സ്വന്തം അമ്മയെയും അനിയനെയും കൊലപ്പെടുത്തി എന്ന് ആരോടെങ്കിലും പറയുകയോ അങ്ങനെ ഒരു നിഗമനത്തിലെത്തുകയോ ചെയ്താൽ അത് തെറ്റാണ്. അവർക്കെതിരെ നിയമ നടപടികൾ വരെ സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഡോക്ടറുടെ റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടി ഈ ചാനൽ പറയുന്നത്.
ഈ കൊലപാതകം ചെയ്തത് ആ അഡ്രിയാൻ എന്ന കഥാപാത്രമായിരിക്കണം. ഇത് അർജുനായിരിക്കാൻ സാധ്യതയില്ല. മറ്റു ചില വിവരങ്ങൾ അനുസരിച്ച് തുടക്കം മുതലേ അർജുന് ആനിമേഷനുകളിലും കാർട്ടൂൺ കഥാപാത്രങ്ങളിലും ഒക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവൻ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോൾ ചില നെഗറ്റീവ് കഥാപാത്രങ്ങളോട് അവന് വലിയൊരു ആകർഷണം തോന്നി. അങ്ങനെ സ്വന്തമായി ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ അവൻ തീരുമാനിക്കുകയും അതിന് അഡ്രിയാൻ എന്ന് പേരിടുകയും ചെയ്തു. ഒടുവിൽ ആ അഡ്രിയാനായി താൻ തന്നെ മാറുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നമ്മൾ ഈ മണിച്ചിത്രത്താഴ് സിനിമ കാണുമ്പോൾ ശോഭനയുടെ കഥാപാത്രം നാഗവല്ലിയെ ഇഷ്ടപ്പെട്ട് അവസാനം നാഗവല്ലിയായി മാറിയതുപോലെ ഇവിടെ അർജുൻ അഡ്രിയാനെ സ്നേഹിക്കുകയും പതുക്കെ അഡ്രിയാനായി മാറുകയും ചെയ്തു. ഇത് കേൾക്കുന്ന പല മാതാപിതാക്കൾക്കും ഒരു സംശയം തോന്നാം, എന്താണ് ഈ പറയുന്നത്? അർജുന് എന്ത് സംഭവിച്ചു? ആരാണ് ഈ അഡ്രിയാൻ? ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണുക. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഇത്തരം സങ്കീർണമായ കാര്യങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഹോളിവുഡ് സിനിമകളിൽ പോലും ഇത്തരം കഥകൾ കാണുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ 2 തവണ കാണുമ്പോൾ കാര്യം വ്യക്തമാകും. അതുപോലെ നിങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ആരാണ് ഈ അഡ്രിയാൻ എന്ന് കണ്ടെത്തുക. അതോടൊപ്പം നിങ്ങളുടെ മക്കളുടെ ഉള്ളിലും ഇതുപോലൊരു അഡ്രിയാൻ വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ട് വിശദീകരിക്കുന്നുവെന്നറിയാമോ? ഈ സംഭവത്തിൽ ചില കാര്യങ്ങൾ കൂടി അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അർജുന്റെ കഥ മാത്രമല്ല, വിവിധ ലേഖനങ്ങൾ പരിശോധിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് മാറ്റങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊരു സാമൂഹിക അവബോധം നൽകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മകനോ മകളോ നെഗറ്റീവ് വഴികളിലേക്ക് പോവുകയോ അവരുടെ ജീവിതശൈലി പതുക്കെ മാറുകയോ മറ്റുള്ളവർക്ക് കേടുപാടുകൾ വരുത്താൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുമരിലേക്ക് തുറിച്ചു നോക്കി നിൽക്കുക. മറ്റുള്ളവരെ ആവശ്യമില്ലാതെ തള്ളിവിടുക തുടങ്ങിയ മാറ്റങ്ങൾ കണ്ടാൽ ദയവായി അമ്പലത്തിലോ പള്ളിയിലോ മന്ത്രവാദിയുടെ അടുത്തോ കൊണ്ടുപോകുന്നതിന് മുൻപ് ആദ്യമേ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുക. അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുക. ഡോക്ടർമാർ കൈവിട്ടാൽ മാത്രം നിങ്ങൾക്ക് പ്രാർത്ഥനകളുടെ വഴി തേടാം. ആദ്യം തന്നെ മന്ത്രവാദിയുടെ അടുത്ത് പോയാൽ അവർ കുറെ മന്ത്രങ്ങൾ പറയുകയും വേപ്പില കൊണ്ട് അടിക്കുകയും അല്ലാതെ മറ്റൊന്നും ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതുവരെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഇത്തരം അപകടങ്ങളിൽ പെടാതിരിക്കാൻ മുൻകൂട്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മക്കൾ ഈ അഡ്രിയാനായി മാറാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് മൊബൈൽ ഫോൺ നൽകുന്നത് അവസാനിപ്പിക്കുക എന്നതാണ്. ഫോണിൽ മണിക്കൂറുകളോളം ചിലവഴിക്കുന്നത് തടയുക. അവരെ പുറത്തു വിട്ട് കളിക്കാൻ അനുവദിക്കുക. ഒരുപാട് ആളുകളോട് ഇടപഴകാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പ്രോത്സാഹിപ്പിക്കുക. പോസിറ്റീവായ ആളുകൾ എങ്ങനെയാണെന്നും നെഗറ്റീവായ ആളുകൾ എങ്ങനെയാണെന്നും അവർ തിരിച്ചറിയട്ടെ. അവർ തെരുവിൽ ഓടി നടക്കട്ടെ, കളിച്ച് വഴക്കുണ്ടാക്കട്ടെ, പരസ്പരം കെട്ടിപ്പിടിക്കട്ടെ, അടിവെക്കട്ടെ. ഇതൊന്നും ചെയ്യാൻ അനുവദിക്കാതെ കയ്യിലൊരു മൊബൈൽ ഫോൺ കൊടുത്താൽ ആ ഫോണിൽ കാണുന്ന കഥാപാത്രമായി മാറാനായിരിക്കും അവർ ശ്രമിക്കുക. ഒരു കാർട്ടൂൺ കാണുമ്പോൾ അതിലെ കഥാപാത്രങ്ങളിൽ ഒന്നായി അവർ സ്വയം സങ്കല്പിക്കും. ആ ചിന്ത വളർന്ന് ഒടുവിൽ സ്വന്തമായി ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് നല്ലൊരു കഥാപാത്രമാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഇതൊരു ദുഷ്ട കഥാപാത്രമാകുമ്പോൾ അവരുടെ മനസ്സിനെയും ജീവിതത്തെയും അത് എങ്ങനെ തകർക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ മൊബൈൽ ഫോൺ ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടുമ്പോൾ വർഷങ്ങൾ കൊണ്ട് അവൻ്റെ മാനസിക അവസ്ഥയെ അതെങ്ങനെയൊക്കെ മാറ്റുന്നു എന്ന് ചിന്തിക്കുക. 13 വയസ്സ് വരെ മാത്രമാണ് അവർ ഈ അനിമേഷൻ കഥാപാത്രങ്ങളെ കാണുന്നത്. 14 വയസ്സിൽ ടീനേജ് എത്തുമ്പോൾ മാതാപിതാക്കൾ അറിയാതെ അവർ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ തുടങ്ങും. അതവരെ ഇതിലും വലിയ ക്രൂരന്മാരാക്കി മാറ്റും. ഒരു ചെറിയ ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് എൻ്റെ മകൻ ഫസ്റ്റ് റാങ്ക് വാങ്ങി, മകൾ 1ാമതെത്തി, അവൻ ചോദിച്ചതല്ലേ എന്നൊക്കെ കരുതി സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി അവരുടെ ജീവിതം അങ്ങ് നശിപ്പിക്കരുത്. അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ ഒരു ഫോൺ കയ്യിലുണ്ടാകണം. നമ്മളെ വിളിക്കാനും സേഫ്റ്റിക്കും അത് വേണം. എന്നാൽ ആ ഫോൺ വെച്ച് അവരെന്താണ് ചെയ്യുന്നത്, എത്ര സമയം ഉപയോഗിക്കുന്നു എന്നതിലൊക്കെ കൃത്യമായ ശ്രദ്ധ മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറയുക, അർജുൻ തകർന്നു പോയതിനും അവൻ അഡ്രിയാനായി മാറിയതിനും കാരണം അവൻ തന്നെയാണോ? അതോ ഫോൺ വാങ്ങി നൽകി മകൻ അനിമേഷൻ കാണുന്നു, AI പഠിച്ച് മുന്നേറുന്നു എന്ന് അഭിമാനിച്ച മാതാപിതാക്കളാണോ? ഈ വീഡിയോ എല്ലാവർക്കും ഒരു വലിയ ബോധവൽക്കരണമാകുമെന്ന് കരുതുന്നു. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും ഫോണിൽ ഇൻസ്റ്റഗ്രാം, ChatGPT, ജെമിനി ഒക്കെ നോക്കിയിരിക്കാതെ തുടക്കത്തിൽ തന്നെ ഈ AI ആപ്പുകൾക്ക് അടിമപ്പെടാതെ തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കുക. ഫോൺ മാറ്റിവെച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുക, വീട്ടിൽ സമയം ചിലവഴിക്കുക, പുറത്തിറങ്ങി കളിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.